ആരാണ് ദൈവം, ആരാണ് പിശാച്, ഇവയൊക്കെയും എന്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് തീരുമാനിക്കുന്നത്? കള്ളിയങ്കാട്ട് നീലി ഈ അടുത്ത് പുറത്തിറങ്ങിയ ഡൊമിനിക്കൻ ചിത്രമായ ലോക്കയിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സിനിമ കൂടിയുണ്ട്, ഭ്രമയുഗം. ചാത്തൻ. സാക്ഷാൽ പരമശിവന് ആദിവാസി സ്ത്രീയായ കൂലിവാകയിൽ ജനിച്ച കുട്ടിയാണ് ചാത്തൻ എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പരാമർശങ്ങൾ അനുസരിച്ച് അവണങ്ങാട്ട് പണിക്കരുടെ കയ്യിൽ പഞ്ചനല്ലൂർ ഭട്ടതിരി നൽകിയ 390 ചാത്തന്മാരുണ്ടായിരുന്നുവെന്നും ആ ചാത്തന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും സാധിച്ചിരുന്നുവെന്നുമാണ് കഥയിൽ പരാമർശിക്കുന്നത്. കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ ഒരു കാലത്ത് അവരെ ആരാധിച്ചിരുന്നുവെങ്കിലും ബ്രാഹ്മണിക പ്രധാനധാര സംസ്കാരം അവരെ പിശാച് എന്ന് മുദ്രകുത്തി. സിനിമകളിലും കഥകളിലും ചാത്തൻ പിശാചായി മാറുകയും നീലി പ്രലോഭകയായ ഒരു സ്ത്രീയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ബ്രാഹ്മണനായ താൻ നീചമൂർത്തികളായ ചാത്തന്മാരെ സേവിക്കുന്നത് ഉത്തമമല്ലെന്നും അതിനാൽ പണിക്കരുടെ ആരാധനാമൂർത്തിയായ ഗണപതിയെ സ്വന്തമാക്കണമെന്നുമാണ് പഞ്ചനല്ലൂർ ഭട്ടതിരി ആഗ്രഹിച്ചത്. ജാതി രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് ഇവയിലൂടെ വ്യക്തമാകുന്നത്. ഇതെല്ലാം കഥകളോ കെട്ടുകഥകളോ ആയിരിക്കാം, എന്നാൽ നമ്മുടെ വിഷയം ഇതല്ല, മറ്റൊന്നാണ്. വ്യത്യസ്തമായ രീതിയിലൂടെ നീലിയെ നായികയാക്കി ഒരു വിപ്ലവകരമായ പ്രതിരോധം തീർക്കുകയാണ് ലോക എന്ന ചിത്രത്തിലൂടെ. ചാത്തനെയും നീലിയെയും പോലുള്ള കീഴാള ദേവതകളെ നമ്മുടെ സിനിമകൾ ദുഷ്ടശക്തികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്തരം ദേവതകളുടെ മഹത്തരമായ സ്ഥാനം ബ്രാഹ്മണിക അധികാര സംവിധാനം ഇല്ലാതാക്കിയിരുന്നു. ലോകയുടെ അഡീഷണൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഡ്രമാറ്റർജിയും കൈകാര്യം ചെയ്ത ശാന്തി ബാലചന്ദ്രന്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നരവംശാസ്ത്രത്തിലെ പഠനം ലോകയുടെ എഴുത്തിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നീലിയെ കേന്ദ്ര കഥാപാത്രമാക്കി നായിക പ്രാധാന്യം നൽകുന്നതിലൂടെ മലയാള സിനിമയിൽ പുതിയൊരു വിപ്ലവം തീർക്കുകയാണ് ചെയ്യുന്നത്.